പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നാടൻ മീൻകറിയാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ വളരെ സുലഭമായി കിട്ടുന്ന മത്തിയെന്നും ചാളയെന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു മീൻ ഫ്രൈ ചെയ്താലും കറി വെച്ചാലും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് മുളകിട്ട് വെക്കാം. അതിനായി ഞാനിവിടെ ഒരു ഇടത്തരം 10 ചാള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഓരോ മീനും 2 പീസാക്കിയിട്ടുണ്ട്. തീരെ ചെറിയ ചാളയൊക്കെ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 4 കഷ്ണം കുടംപുളി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. അതവിടെ ഇരുന്നൊന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാം. അതിനാവശ്യമായ പൊടികളൊന്ന് നോക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക്, 2.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവ. ഈ പൊടികളെല്ലാം കൂടി ഒരു 8-10 ചുമന്നുള്ളിയും കൂടി ചേർത്ത് അരച്ചെടുക്കണം. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോഴേ ഒരു 6 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായി കൊത്തി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളകും കൂടി കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറി വരും. ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റോളം ഇട്ടൊന്ന് വഴറ്റിയ ശേഷം മുൻപ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടാക്കിയ മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് അരച്ചെടുത്തതെങ്കിൽ കൂടി അപ്പോൾ ഞാൻ ആ എണ്ണയിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പൊന്ന് കലക്കിയെടുക്കുന്നതിനായിട്ട് ഒരു തവിയോ സ്പൂണോ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് മുൻപ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടംപുളി കഴുകി ഇട്ട് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെക്കാം. ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ അങ്ങനെ ഗ്രേവി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീനിട്ട് ഒന്ന് ഇളക്കി അടച്ച് വേവിക്കാം. മീൻ മുളകിട്ട് വെക്കുമ്പോൾ വറ്റിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ നമ്മുടെ ചാള മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.